ഞങ്ങളെല്ലാം ഈ കേരളത്തിലെ വളരെ സജീവമായി കാര്യങ്ങളെ കാണുകയും വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ പി കെ ശശി എനിക്കെതിരെ പറഞ്ഞൊരു ആരോപണം നിങ്ങളിപ്പോൾ ഇവിടെ ആവർത്തിച്ചല്ലോ. ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ നിങ്ങൾ നല്ല പത്രപ്രവർത്തകരാണ്. ഏത് കാര്യം പൊതുസമൂഹത്തിൽ വെളിച്ചത്ത് കൊണ്ടുവരാൻ നന്നായി പരിശ്രമം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എന്തെങ്കിലും അത്തരത്തിലൊരു കാര്യം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന കാലം മുതലുള്ള എൻ്റെ സമ്പത്തും എൻ്റെ എല്ലാം ഒന്ന് അന്വേഷിക്കുക. ഒരു തരി മണ്ണിൻ്റെ വലുപ്പമോ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഭാര്യയുടെ വരുമാനത്തിൽ നിന്നും അധികമായി എന്തെങ്കിലും ഒരു തരിയുടെ സമ്പത്തിൻ്റെ വലുപ്പമോ എൻ്റെ കുടുംബത്തിലോ എൻ്റെ വ്യക്തി ജീവിതത്തിലോ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാലും ഞാനിപ്പോൾ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. എന്നാൽ പി കെ ശശി അതിന് തയ്യാറാവുമോ? പി കെ ശശി അതിന് തയ്യാറാവുമോ? പി കെ ശശിയുടെ പൊതുജീവിതം ആരംഭിക്കുന്ന കാലം മുതൽ ഇന്ന് ദിവസം വരെയുള്ള അയാളുടെ സമ്പത്ത് അങ്ങോട്ട് എടുത്ത് പരിശോധിക്കുക. ഞാൻ വേണമെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ തെളിവില്ല, ഞാൻ തെളിവുകളൊക്കെ വിളിച്ചു തരാം. ഞങ്ങൾ അന്വേഷിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ. പി കെ ശശി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ നടപടിയെടുക്കുക, തിരിച്ചു വരിക, നടപടിയെടുക്കുക, തിരുത്തി പറഞ്ഞ് തിരിച്ചു വരിക, ഇതായിരുന്നല്ലോ. ഇങ്ങനെ ഒരാൾ പാലക്കാട് ജില്ലയിലില്ല. അത് SFI കാലം മുതൽ അങ്ങനെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാളുടെ എല്ലാം പ്രസ്താവനയെ മുഖവിലിക്കെടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെ ഒരു സുരേഷ് ബാബുവാണ് പി കെ ശശിക്ക് മറുപടി പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.